നമസ്കാരം, ന്യൂസ് 25 കേരളയിലേക്ക് സ്വാഗതം. സാധാരണ കലാമത്സരങ്ങളിലോ കായിക മത്സരങ്ങളിലോ ശ്രദ്ധ നേടുന്നവരെയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. എന്നാൽ ഇവ രണ്ടും ഒരേപോലെ കൈകാര്യം ചെയ്യുന്ന സംസ്ഥാന തലത്തിൽ ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിച്ച കൃഷ്ണ നീലാംബരി, കൃഷ്ണ സാവേരി എന്ന രണ്ട് മിടുക്കി കുട്ടികളെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. മുത്തുകൾ നാടറിയ മുത്തുകൾ വീടറിയ മുത്തുകൾ നാളെയുടെ നാടിന്റെ മുത്തുകൾ ആകേണ്ട മുത്തുകൾ. മുത്തുകൾ ഇവർ നാടിന്റെ മുത്തുകൾ നാടറിയ മുത്തുകൾ വീടറിയ മുത്തുകൾ നാളെയുടെ നാടിന്റെ മുത്തുകൾ ആകേണ്ട മുത്തുകൾ. CBSE സ്കൂൾ സംസ്ഥാന കലോത്സവം പാലക്കാട് വെച്ച് ഇപ്പോൾ നടന്നു. അതിൽ പങ്കെടുക്കുകയും ശ്രദ്ധേയമായ ഒരു നേട്ടമാണ് കൈവരിച്ചത്. ഈ സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുത്തതിനെ പറ്റി എന്താണ് അനുഭവം പറയാനുള്ളത്? ഒരു അനുഭവമായിരുന്നു. സംസ്ഥാന മത്സരമായതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള കുറെ അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ ഒട്ടനവധി കുട്ടികൾ സംസ്ഥാനത്ത് അനവധി സ്ഥലത്തു നിന്നും പങ്കെടുക്കാനുണ്ടായിരുന്നു. നമ്മൾ സംസ്ഥാന മത്സരത്തിൽ പങ്കെടുത്തു. സംസ്ഥാനത്തുള്ള എല്ലാ സ്കൂളുകളിൽ നിന്നും ഒരുപാട് കുട്ടികൾ പങ്കെടുത്തു. അപ്പൊ അനുഭവങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? എത്ര ദിവസം നീണ്ടുന്ന ഒരു മത്സരങ്ങളായിരുന്നു? ഒരു 4-5 ദിവസം ഞങ്ങൾ മത്സരത്തിന് അവിടെ ഉണ്ടായിരുന്നു. എനിക്ക് 4-5 പരിപാടികൾ ഉണ്ടായിരുന്നു. മോഹിനിയാട്ടം, ഭരതനാട്യം, പെൻസിൽ ഡ്രോയിങ്, റെസിറ്റേഷൻ മലയാളം. അപ്പോൾ എല്ലാത്തിലും മികച്ച ഒരു പ്രകടനം കാഴ്ചവെച്ചു. ഏത് ഗ്രേഡുകളൊക്കെയാണ് ഇതിലൊക്കെ ലഭിച്ചിരിക്കുന്നത്? എനിക്ക് മോഹിനിയാട്ടത്തിന് 2nd A ഗ്രേഡ് ഉണ്ട്, ഭരതനാട്യത്തിന് A ഗ്രേഡ്, പെൻസിൽ ഡ്രോയിങ് C ഗ്രേഡ്, റെസിറ്റേഷൻ മലയാളം A ഗ്രേഡ്. എത്ര വർഷമായി നൃത്തം അഭ്യസിക്കുന്നുണ്ട്? ആരാണ് ഗുരുനാഥ? എവിടെയാണ് പഠിച്ചു തുടങ്ങിയത്? ഞാൻ എന്റെ 3 വയസ്സുള്ളപ്പോ മുതലാണ് ഞാൻ ഈ നൃത്തത്തിലേക്ക് ചുവട് വെച്ചത്. ഞാൻ ആദ്യമായിട്ട് പഠിക്കാൻ പോരുന്നത് ലക്ഷ്മി ഹരിലാൽ മിസ്സിന്റെ അടുത്താണ്. പിന്നെ പ്രജില മിസ്, സൂരജ് സൂര്യ സാറ്, പിന്നെ ഡോക്ടർ ഗായത്രി സുബ്രഹ്മണ്യം. പിന്നെ ഇപ്പോൾ നിലവില് ഞാൻ RLV ഉണ്ണികൃഷ്ണൻ മാഷിന്റെ അടുത്താണ് ഭരതനാട്യം പഠിക്കുന്നത്. മോഹിനിയാട്ടം ഞാൻ പഠിക്കുന്നത് ഡോക്ടർ കലാമണ്ഡലം ധനുഷ ശൈനിയ മിസ്സിന്റെ അടുത്താണ്. മോഹിനിയാട്ടവും ഭരതനാട്യമാണല്ലോ പ്രധാനമായിട്ട് ഇപ്പോൾ അഭ്യസിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ. ഇത് എവിടെയാണ് പഠിക്കുന്നത്? പഠിപ്പിക്കുന്നത് ആരാണ്? അവിടുത്തെ ഒരു എക്സ്പീരിയൻസ്, അവരുടെ രീതികളൊക്കെ? ഞാൻ മോഹിനിയാട്ടം പഠിക്കുന്നത് ഗൗരി ദർപ്പണയിലാണ്. മിസ് ഡോക്ടർ കലാമണ്ഡലം ധനുഷ ശൈനിയാണ്. മിസ്സിനെ പറ്റി പറയുവാണെങ്കിൽ നന്നായി പഠിപ്പിക്കും. ഞാൻ മിസ് കളിക്കുന്ന കണ്ടിട്ടാണ് എനിക്ക് മോഹിനിയാട്ടത്തിലേക്ക് താല്പര്യം കൂടുതൽ. ഭയങ്കര ഇഷ്ടമാണ് മോഹിനിയാട്ടം. പിന്നെ ഭരതനാട്യം പഠിക്കുന്നത് RLV ഉണ്ണികൃഷ്ണൻ മാഷിന്റെ അടുത്താണ്. അപ്പം മാഷ് നന്നായി കളിച്ചില്ലെങ്കിൽ വഴക്കൊക്കെ പറയും. അപ്പം മാഷിനെ എനിക്ക് ചെറിയ പേടിയൊക്കെയാണ്. അപ്പം രണ്ടുപേരും നല്ല സ്നേഹമൊക്കെയാണ്, നന്നായിട്ട് പഠിപ്പിക്കും, ഭയങ്കര ഇഷ്ടമാണ്. പഠിക്കാൻ കൂടുതൽ കുട്ടികളൊക്കെ ഉണ്ട്. അവിടുത്തെ അന്തരീക്ഷമൊക്കെ എങ്ങനെയാണ്? ഇപ്പോൾ സ്റ്റേറ്റിലൊക്കെ ജില്ല, സബ് ജില്ല, CBSE മത്സരങ്ങൾ എല്ലായിടത്തും ഈ എന്റെ മാഷ് ഉണ്ണികൃഷ്ണൻ മാഷിന്റെയും മിസ്സിന്റെയും കുട്ടികളാണ് എല്ലാ പ്രൈസ് വാങ്ങുന്നത്. മിസ്സിന്റെ കുട്ടികളാണ് അനവധി പ്രൈസുകൾ കരസ്ഥമാക്കുന്നത്. സ്കൂളിൽ എത്ര സ്റ്റാൻഡേർഡ് പഠിക്കുന്നത്? ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ഞാൻ +1 വിദ്യാർത്ഥിനിയാണ്. DRM സെൻട്രൽ സ്കൂളിലാണ് ഞാൻ പഠിക്കുന്നത്. സ്കൂളിന്റെ ഭാഗത്ത് ഈ കലാപരിപാടിയോടൊക്കെയുള്ള അവരുടെ ഒരു ആഭിമുഖ്യം എങ്ങനെയാണ്? പ്രോത്സാഹനം? സ്കൂളില് ടീച്ചർമാരും സാറുമാരും എല്ലാം നല്ല സപ്പോർട്ടാണ്. എന്തിനും ആക്റ്റീവായിട്ട് നമ്മുടെ കൂടെ കാണും. പിന്നെ കുറെ വേദികളൊക്കെ നമുക്ക് ഒപ്പിച്ചു തരും. സ്കൂളിൽ നിന്ന് തന്നെ കുറെ വേദികൾ കിട്ടുന്നുണ്ട്. അങ്ങനെ എല്ലാരും ഭയങ്കര ഫ്രണ്ട്ലി ആണ്, നല്ല ടീച്ചർമാരാണ്, അതെ എല്ലാരും നല്ല. ഈ മത്സര വേദികളല്ലാതെ
നമ്മുടെ ഉത്സവ വേദികള് അങ്ങനെയുള്ള സ്റ്റേജുകളിലൊക്കെ നൃത്തം ചെയ്തിട്ടുണ്ടോ? ആ. അതിനൊക്കെ നിരവധി പ്രൈസുകളൊക്കെ കിട്ടിയിട്ടുണ്ടാവും. ആ, എടുത്തു പറയേണ്ട പ്രൈസുകള്, നടത്തിയിട്ടുള്ള സ്റ്റേജുകളെ ഒക്കെ ഒന്ന് പറയാം. ഞാൻ അനവധി അമ്പലങ്ങളിൽ നൃത്തം ചെയ്തിട്ടുണ്ട് ഉത്സവ സമയങ്ങൾക്കൊക്കെ. പിന്നെ ഒരു ടൂർണമെന്റ്, അങ്ങനെ അമ്മയുടെ ഓഫീസില് പരിപാടികൾക്കും അങ്ങനെ അനവധി പരിപാടികൾക്കൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. ഇതൊക്കെ ചെറിയ ട്രോഫികളും മറ്റുള്ള പാരിതോഷികളൊക്കെ ലഭിച്ചിട്ടുണ്ട്. ആ, അതൊക്കെ ഇപ്പം കാണുമ്പോ എന്ത് തോന്നുന്നു? അതൊക്കെ വീട് ഇപ്പൊ നിറച്ചിരിക്കുന്നുണ്ട്. ഇനിയും വാങ്ങണം. ആണോ? ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ള അത് എടുത്തു trophy പറയത്തക്ക കാണുമ്പോ ഇതിനകത്ത് ഏതായിരുന്നു ഒരു മത്സരം കാഴ്ചവെച്ചതിൽ മനസ്സിൽ ഓർമ്മ നിൽക്കുന്നത്? എടുത്തു പറയത്തക്ക. എപ്പോഴും നമുക്ക് എടുത്തു പറയേണ്ടത് കലോത്സവ വേദികൾ തന്നെയാണ്. കാരണം അതിന് പോകുമ്പോൾ നമുക്ക് പുതിയ പുതിയ അനുഭവങ്ങളിലേക്ക് എത്തിച്ചേരാൻ പറ്റും. പിന്നെ വളരെ നല്ല അനുഭവമാണ്, കുറെ പേരെ പരിചയപ്പെടാൻ പറ്റും. അപ്പം സംസ്ഥാന കലോത്സവം ആദ്യമായിട്ടാണ്? അല്ല, മുൻവർഷങ്ങളും പങ്കെടുത്തിട്ടുണ്ട്. ഇതിനു മുൻപും സംസ്ഥാന കലോത്സവത്തിൽ ഞാൻ മോഹിനിയാട്ടത്തിന് പോയി. നമ്മളിപ്പം പ്രധാനമായും ഇപ്പം ഇവിടെ എത്തിയത് തന്നെ ആർട്സിനോടൊപ്പം സ്പോർട്സും കൈകാര്യം ചെയ്യും. ഇപ്പം കഴിഞ്ഞ ദിവസം സ്പോർട്സ് മത്സരത്തിൽ പങ്കെടുത്തു. അതെ, അതിനെപ്പറ്റി എങ്ങനെയാണ് അതിലേക്ക് കടന്നു വന്നത്? ആർട്സിനോടൊപ്പം സ്പോർട്സിൽ എത്തിയത് എങ്ങനെയാണ്? അതിൽ കടന്നു വരാൻ കാരണം തന്നെ എന്റെ സ്കൂളിലെ PT സാറാണ്. PT സാറും PT മിസ്സും ആണ് അതിന് സപ്പോർട്ടായിട്ട് നിൽക്കുന്നത്. ഇന്നലെ മത്സരം ഉണ്ടായിരുന്നു സ്പോർട്സിന്റെ. സഹോദയായിരുന്നു. തിരുവിതാംകൂർ സഹോദയ തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു നടന്നിരുന്നത്. ഞാൻ ജാവലിംഗ്, ഹൈ ജമ്പ്, 800 മീറ്റർ റണ്ണിങ്ങിനും പങ്കെടുത്തതായിരുന്നു. 800 മീറ്ററിന് സെക്കൻഡ് പ്രൈസ് ഉണ്ടായിരുന്നു. പിന്നെ ഹൈ ജമ്പിന് ഫസ്റ്റ് പ്രൈസും ഉണ്ട്. ജാവലിംഗ് കിട്ടിയില്ല. എനിക്ക് രണ്ടും ഒരേപോലെയാണ്. പിന്നെ പണ്ട് മുതലേ ആർട്സിൽ നിൽക്കുന്നതുകൊണ്ട് അത് ഭയങ്കര ഇഷ്ടമാണ്. രണ്ടും ഇഷ്ടം, പക്ഷെ ആർട്സിനോട് എന്തോ ഒരു പ്രത്യേക സ്നേഹം. ഒരു കലാകുടുംബമാണ്. അതെ. അനിയത്തി നൃത്തം അഭ്യസിക്കുന്നുണ്ട്. അനിയത്തി നമുക്കൊന്ന് പ്രേക്ഷകരോട് പരിചയപ്പെടുത്താം, വിളിക്കാം. സാവി ചേച്ചിയെ പോലെ നൃത്തം അഭ്യസിക്കുന്നുണ്ടല്ലേ? നൃത്തത്തെ പറ്റി എന്താ പറയാനുള്ളത്? എന്തൊക്കെ പങ്കെടുത്തിട്ടുണ്ട്? പ്രൈസുകളൊക്കെ ലഭിച്ചിട്ടുണ്ടോ? ഈ വർഷം ഞാൻ ഫോക്ക് ഡാൻസ് മോഹിനിയാട്ടത്തിനും എ ഗ്രേഡ് ഉണ്ട്. പിന്നെ റെസ്റ്റേഷൻ മലയാളത്തിനും എ ഗ്രേഡ്. ചേച്ചിയെ പോലെ വലിയ ഡാൻസ് ഒക്കെ പഠിച്ച് സംസ്ഥാനത്തിലൊക്കെ എത്തണം, അങ്ങനെയൊക്കെ ആഗ്രഹങ്ങളല്ലേ? അമ്മയൊക്കെ സപ്പോർട്ട് എങ്ങനെയാ? അമ്മ ഒരു കലാകാരി, അമ്മയോട് വിളിക്കും. കുട്ടികൾ രണ്ടുപേരും കലാമത്സരത്തിൽ പങ്കെടുക്കുന്നത് നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവച്ചു. കുടുംബത്തിന്റെ ഭാഗത്ത് വലിയ സപ്പോർട്ട് വേണം. അച്ഛന് വലിയ കലാകാരനാണ്, അച്ഛനെ നമുക്ക് വിളിക്കാം. ഈ കുട്ടികളുടെ ഈ ഡാൻസ്, ഈ കലാപരിപാടിയുള്ള പ്രോത്സാഹനം അവരോടൊപ്പം അതൊക്കെ എങ്ങനെയാണെന്നൊന്ന് പറയാം. കുട്ടികൾക്ക് ഈ കലാപരിപാടികളിൽ വളരെയധികം പോകണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. അപ്പൊ അവർക്ക് മുന്നോട്ട് പോകാനുള്ള വഴികളിൽ അമ്മ എന്ന ഭാഗത്ത് നിന്ന് എന്തൊക്കെ സപ്പോർട്ടാണ് ചെയ്യുന്നത്? എല്ലാ പ്രോത്സാഹനവും നമ്മൾ നൽകാറുണ്ട്. കുട്ടികൾക്ക് ഏത് സന്തോഷമുള്ള എല്ലാ കാര്യങ്ങളിലും നമ്മൾ പങ്കെടുക്കാറുണ്ട്. അതുപോലെ അച്ഛനെ പറ്റി പറയുമ്പോൾ അച്ഛൻ അറിയപ്പെടുന്ന ഒരു കലാകാരനാണ്. നിരവധി കലാപ്രവർത്തനങ്ങൾ ഇന്ത്യക്ക് അകത്തും പുറത്തും ഒക്കെ ചെയ്തിട്ടുണ്ട്. എടുത്തു പറയത്തക്ക കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാല് ഗണപതിയുടെ 32 ഭാവങ്ങളുള്ള ഗണപതി, ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വേസ്റ്റ് സ്ഥാനങ്ങളുള്ള ആർട്ട് ഗാലറി, തെക്കൻ കേരളത്തിലെ നന്ദികേശൻ, ഇങ്ങനെ നിരവധി കാര്യങ്ങളാണ് ചെയ്തത്. അപ്പൊ നമുക്ക് അച്ഛനെയും കൂടെ പ്രേക്ഷകർക്കൊന്ന് പരിചയപ്പെടുത്താം. നമ്മളിപ്പോ ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത് മോള് ആർട്സിനോടൊപ്പം സ്പോർട്സിലും പങ്കെടുത്ത് സംസ്ഥാന തലത്തിൽ ഒരു വലിയ മികച്ച വിജയം നേടിയതിന്റെ അടിസ്ഥാനത്തിലാണ് വന്നത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇളയാള് ഡാൻസ് ചെയ്യുന്നു, അമ്മയും ഒരു കലാകാരിയാണ്. അച്ഛനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെയും പരിചയപ്പെട്ടിട്ടുള്ളതാണ്. അപ്പൊ ഈ കുട്ടിയുടെ വളർച്ച, ഇല്ലെങ്കിൽ ഇവരുടെ കലാപരിപാടി, ഇതൊക്കെ എങ്ങനെയാണ് ഒരു പിതാവെന്ന നിലയിലും ഒരു കലാകാരൻ എന്ന നിലയിലും നോക്കി കാണുന്നതും വിലയിരുത്തുന്നത്? അത് നമ്മളിപ്പം ഒരു ഈ ആധുനിക കാലഘട്ടത്തിൽ ജനാധിപത്യം വന്നു. അപ്പം ഉദ്യോഗസ്ഥർക്കാണ് വലിയ പ്രാധാന്യം എന്ന് നമ്മുടെ സമൂഹം തെറ്റായി ധരിക്കുന്നുണ്ട്. ശരിക്കും രാജഭരണകാലത്ത് ഒരു വീട്ടിലൊരു കലാകാരി ജനിക്കണമെന്ന് ആഗ്രഹിക്കും. കാര്യം അതറിഞ്ഞാൽ രാജാവ് തീർച്ചയായിട്ടും വിളിച്ച് അതിന്റെ രീതിയിൽ വിശിഷ്ട അംഗത്വം കൊടുക്കും, ഒരുപാട് ഗുണങ്ങളും ചെയ്യും. പക്ഷെ അത് കഴിഞ്ഞ് രാജഭരണം മാറി ഈ ജനാധിപത്യം വന്നപ്പോഴത്തേന് ഉദ്യോഗസ്ഥർക്കാണ് വലിയ പ്രാധാന്യം എന്ന് ചിന്തിച്ചുകൂടി. അപ്പോൾ കലയെ സപ്രസ് ചെയ്യുന്ന ഒരു ആറ്റിറ്റ്യൂഡ് സമൂഹത്തിലുണ്ട്. എന്തെങ്കിലും ഒരു വരയ്ക്കുകയോ അല്ലെങ്കിൽ ഒരു നൃത്തം ചെയ്യുകയോ ചെയ്യുമ്പം പോയിരുന്ന് പഠിക്കുക, അല്ലെങ്കിൽ നീ എങ്ങനെയെങ്കിലും ജോലി വാങ്ങും എന്ന് പറയുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ കലയുടെ പ്രാധാന്യം എന്താണെന്ന് എനിക്ക് നല്ലവണ്ണം അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ
മക്കൾക്ക് കല ഇവള് കൊച്ചനാളി അവൾക്കൊരു ടാലന്റ് കണ്ട് ഡാൻസിന്റെ കണ്ടപ്പോഴാണ് ഞാൻ പറഞ്ഞത് എനിക്ക് നൃത്തം പഠിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. വേണമെന്ന് പറഞ്ഞു. അപ്പൊ തന്നെ കൊണ്ടാക്കുകയാണ് ചെയ്തത്. അതിനുശേഷം പിന്നീട് നിരന്തരമായിട്ട് അവൾക്ക് ഡാൻസ് വല്ലാത്ത പാഷനാണ് എന്ന കാര്യം നമുക്ക് മനസ്സിലായി. അപ്പൊ ഡാൻസ് പാഷൻ ആയതുകൊണ്ട് അതിന് വേണ്ടുന്ന സൗകര്യം ചെയ്തു കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ നമുക്ക്. ഈശ്വരാനുഗ്രഹമാണ് ഒരു കല കിട്ടുക എന്നുള്ളത്. അപ്പൊ കിട്ടുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ബാക്കി സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അതിനനുസരിച്ച് അധ്യാപകമാരും അധ്യാപകരെയും ഒക്കെ ചേർത്ത് ആ ഡാൻസിന് അവർക്ക് അതാണ് പാഷനെങ്കിൽ അങ്ങനെ തന്നെ പോകട്ടെ എന്ന് പറഞ്ഞ് രണ്ടുപേർക്കും അതിന് വലിയ താല്പര്യമാണ്. അപ്പൊ ആ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് ആ ഒരു കണക്കുകൂടൽ തീർച്ചയായും നല്ലതാണെന്ന് ഇപ്പൊ തോന്നുന്നു. തീർച്ചയായിട്ടും തുടർന്നും അങ്ങനെ തന്നെ ഇവരെ കലാരംഗത്ത് അവർക്ക് കലയാണ് അവർക്ക് താല്പര്യമെങ്കിൽ കലയായിട്ട് തന്നെ വിടും, കലയ്ക്ക് തന്നെ വിടും. അത് തീർച്ചയായിട്ടും അത് പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. അല്ലാതെ ഇപ്പൊ ഒരു ഉദ്യോഗസ്ഥൻ പെൻഷനാവുന്നതോടുകൂടി അയാളുടെ കാലഘട്ടം കഴിയും. അല്ല, ഇത് പറയുമ്പോഴൊരു ഗവൺമെന്റ് സർവീസിലുള്ള ആളാണ്, എന്നിട്ട് കലയ്ക്കാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. കലയ്ക്കാണ് പ്രാധാന്യം കൊടുത്തേക്കുന്നത്. ഇപ്പൊ എന്നെ തിരിച്ചറിയുന്നത് പോലും ബിജു ചക്കുരക്കിൽ നിന്നാ, അല്ലാതെ പോലീസിലെ ഒരു ഇതിനകത്തല്ല എന്നെ തിരിച്ചറിയുന്നത്. അപ്പൊ അത്രത്തോളം നമുക്ക് അറിയാൻ കഴിഞ്ഞത് ഉള്ളത് കൊണ്ടാണ്. കലയെ നമ്മൾ ഒരിക്കൽ പുറത്തിറങ്ങിയത് ഒരു കലാകാരനായിട്ട് അല്ലെങ്കിൽ ശമ്പളം വാങ്ങി വീട്ടിൽ വന്നവർ അതാത് ദിവസങ്ങളിൽ ശമ്പളം വാങ്ങിക്കുന്നു, അങ്ങനെ പോകുന്നു. പക്ഷെ നമുക്ക് ബാക്കി വെക്കുന്നത് പേരാണ്. മനസ്സിന് സന്തോഷം ഒരു കലാകാരൻ. തീർച്ചയായിട്ടും. കാരണം ഇന്ന് നമുക്ക് എവിടെ ചെന്നാലും എന്റെ പേര് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവുന്ന 1-2 പേരെങ്കിലും അവിടെ ഉണ്ടാവും. അത് നമ്മൾ വളരെ കഷ്ടപ്പെട്ട് നേടിയെടുത്തതാണ്. നമുക്കൊന്നും അത്ര സൗകര്യം ഇല്ലാതിരുന്ന കാലത്ത്. അപ്പൊ ഇവർക്ക് സൗകര്യമാണ്. കാരണം അവർക്ക് ഡാൻസിന് വേണ്ടിയിട്ട് എവിടെ വരെ പോകണമെങ്കിലോ പഠിപ്പിക്കണമെങ്കിലോ ഒക്കെ ഞങ്ങൾ രണ്ടുപേരും കൂടെ അവർക്കുള്ള ജോലി, ഭാര്യയുടെ ജോലി പോലും മാറ്റി വെച്ചിട്ട് ഞങ്ങള് രാത്രി ഇവരെയും കൊണ്ട് പോവാ പഠിപ്പിക്കാനായാലും. പഠിപ്പിക്കുന്ന ദർശ സന്യാലാണ്. വലിയ വലിയ നർത്തകിയാണ്, വലിയ ലോകം അറിയപ്പെടുന്ന നർത്തകിയാണ്. അത് കൊടുങ്ങല്ലൂര. അപ്പൊ അതിനുവേണ്ടി ടീച്ചറിനെ കാണാനായിട്ട് പോകുന്നു. നമ്മൾ രാത്രി തന്നെ വണ്ടി ഓടിച്ച് വിടുന്നു, കൊടുങ്ങല്ലൂര് പോകുന്നു, അവിടെ പോകുന്നു. പിന്നെ എറണാകുളത്തുള്ള RLV ഉണ്ണികൃഷ്ണ സാറാണ് ഭരതനാട്യം പഠിപ്പിക്കുന്നത്. അദ്ദേഹം വളരെ സീനിയറായിട്ടുള്ള വളരെ വലിയൊരു മനുഷ്യനാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഗുരുക്കളെ കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പുണ്യം. കാര്യം നല്ല ഗുരുക്കൾ ഉണ്ടെങ്കിലേ എന്താവും, നല്ല ശിഷ്യഗണങ്ങൾ ഉണ്ടാവും. അപ്പൊ അതിനൊക്കെ നമുക്ക് വലിയ ഭാഗ്യമാണ്. കാരണം അവരൊക്കെ നമ്മൾ അറിയിച്ചപ്പോ തന്നെ പഠിപ്പിക്കാൻ നോക്കുകയും അവർ നല്ല രീതിയിൽ പഠിപ്പിക്കുകയും അത് അതേപടി അവള് പഠിച്ചെടുക്കുകയൊക്കെ ചെയ്യുന്നതിൽ വലിയ ഒരു ഈശ്വരന്റെ അനുഗ്രഹമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ പറഞ്ഞതെല്ലാം കൂടെ ആയിരിക്കും ഒരു രക്ഷകർത്താവ് എന്നുള്ള നിലയിൽ മറ്റു രക്ഷകർത്താക്കൾക്കും പറയാനുള്ളത്. തീർച്ചയായിട്ടും എല്ലാ രക്ഷകർത്താക്കളും കുട്ടികൾക്ക് കലയെ പറ്റി, അവർക്ക് കലയോട് എന്തെങ്കിലും ഒരു അഭിനിവേശം ഉണ്ടെങ്കിൽ അതിന് കുറച്ച് സമയം അവർ മാറ്റി വെച്ചിട്ട് അതിന് വിടണം. ഒരു കല പഠനം മാത്രം ഒതുങ്ങാതെ, അതെ പഠനത്തിൽ മാത്രം രണ്ടുകൂടെ ചേർന്നിട്ട് അതിനുള്ള സമയം ഒരു വിദ്യാഭ്യാസം വേണം. പക്ഷെ അതേപോലെ പ്രാധാന്യത്തിൽ തന്നെ ഈ കലാരംഗത്തെയും നോക്കിക്കാണണം. സമയം കിട്ടുന്നുണ്ട്, തീർച്ചയായിട്ടും കിട്ടും. രക്ഷകർത്താക്കളോട് എനിക്ക് പറയാനുള്ളത് അതാണ്, എന്റെ ഒരു അനുഭവം വെച്ചിട്ട്. കുടുംബത്തിൽ നല്ല സപ്പോർട്ടാണ്. അച്ഛൻ അറിയപ്പെടുന്ന ഒരു കലാകാരനാണ്. അച്ഛന്റെ കലാപ്രവർത്തനം എത്രത്തോളം ഒരു സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്? കുഞ്ഞുനാള് മുതലേ അച്ഛൻ പടം വരയ്ക്കുന്നതും ശില്പം ചെയ്യുന്നതും ഒക്കെ കണ്ടു വളർന്നതാണ്. അപ്പോ അച്ഛൻ പടം വരയ്ക്കുന്നതൊക്കെ കണ്ട് അതിനോടൊരു ഇഷ്ടം, പെൻസിൽ ഡ്രോയിങ്ങിന് എനിക്ക് ഇഷ്ടം വന്നത് തന്നെ അച്ഛൻ കാരണമാണ്. അങ്ങനെ ഞാനും പടം വരപ്പിലേക്ക് കടന്നു. അങ്ങനെ ഇപ്പൊ സംസ്ഥാന തലം വരെ എത്തി. അച്ഛന്റെ ഒരു കല നല്ല രീതിയിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അത്തരത്തിൽ അറിയപ്പെടുന്നത് ആഗ്രഹമുണ്ട്. അച്ഛൻ എവിടെ പോയാലും എല്ലാവരും അറിയും. അപ്പോ എനിക്കും അങ്ങനെ ആവണമെന്നാണ് ആഗ്രഹം, അച്ഛന്റെ കൂട്ട് തന്നെ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ആർട്സിലും സ്പോർട്സിലും തിളക്കമാർന്ന വിജയം കൈവരിച്ച കൃഷ്ണ നീലാംബരിയുടെ വിശേഷങ്ങളാണ് പ്രേക്ഷകരുമായി പങ്കുവച്ചത്. ഒപ്പം നല്ല ഒരു കലാകുടുംബം തുടർന്നുള്ള ഇവരുടെ കലാജീവിതത്തിന് എല്ലാവിധമായ നന്മകളും ഐശ്വര്യവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. തുടർന്നും ഈ ജീവിതയാത്രയിൽ എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ, എല്ലാവിധ വിജയം ലഭിക്കട്ടെ എന്ന് ഹൃദയമായി ആശംസിക്കുന്നു. ഇവിടം വരെ വന്ന് എന്നെയും എന്റെ കുടുംബത്തിന്റെയും കൂടെ വിശേഷങ്ങൾ പങ്കുവച്ചതിനും ഞങ്ങളുടെ കൂടെ സമയം ചെലവഴിച്ചതിനും News 25-നും അതിന്റെ അംഗങ്ങൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി.